കാരുണ്യാഭിഷേകം, ആരാധിക്കുന്ന ജീവിതങ്ങൾ, കാരുണ്യാഭിഷേകം, കാരുണ്യാഭിഷേകം. ഈശോയിൽ പ്രിയ നിറഞ്ഞവരെ, പുൽക്കൂട്ടിൽ പിറന്ന ഉണ്ണിയേശുവിനെ കണ്ടെത്തുവാനായിട്ട് വചനം നമുക്ക് വ്യത്യസ്തമായ മാർഗങ്ങൾ പറഞ്ഞു തരുന്നുണ്ട്. ഒരു ഭാരതീയ ആത്മീയ ചിന്തകളുടെ പശ്ചാത്തലത്തിൽ അവയെ ധ്യാനിക്കുമ്പോൾ ഒന്നാമത്തെ മാർഗം കർമ്മമാർഗമാണ്. അതിന് ഏറ്റവും മനോഹരമായ ഉദാഹരണം ആട്ടിടയന്മാരാണ്. തങ്ങളുടെ ദൗത്യങ്ങൾ, ഉത്തരവാദിത്തങ്ങൾ കൃത്യമായി നിർവഹിച്ചുകൊണ്ട് അവർ ഇതാ ഉണ്ണിയേശുവിനെ ദർശിക്കുന്നവരായി മാറുകയാണ്. ആ കൃത്യമായി അവരുടെ ദൗത്യം നിർവഹിച്ചതിൻ്റെ തെളിവ് തങ്ങളുടെ ആടുകളുടെ പാലനത്തിനായി അവർ രാത്രി മുഴുവൻ ഉറക്കമൊളിച്ചു കാവലിരുന്നു എന്ന് പറയുന്ന വചനമാണ്. അത്രമാത്രം ആത്മാർത്ഥതയോടെ, സത്യസന്ധതയോടുകൂടി തങ്ങളുടെ ഉത്തരവാദിത്വം 100% അവർ നിർവഹിച്ചു എന്നുള്ളത് കർമ്മമാർഗത്തിൻ്റെ ഏറ്റവും മനോഹരമായ തെളിവാണ്. തങ്ങളുടെ ദൗത്യങ്ങളോട് വിശ്വസ്തത പുലർത്തിയ അവരോടാണ് ദൈവദൂതന്മാർ ഏറ്റവും ആദ്യം രക്ഷകന്റെ ജനനവാർത്ത അറിയിക്കുന്നതും. ഇതാ ആ കർമ്മമാർഗത്തിൻ്റെ വഴിയിലൂടെ ഉണ്ണിയേശുവിൻ്റെ സന്നിധിയിൽ വന്ന് അവർ ഉണ്ണിയേശുവിനെ ദർശിച്ച് ആ വലിയൊരു ദൈവദർശനം ഹൃദയത്തിൽ സ്വന്തമാക്കുന്നത്. രണ്ടാമത്തെ മാർഗം ജ്ഞാനികളുടെ മാർഗമാണ്. പ്രപഞ്ച സത്യങ്ങളെ നിരീക്ഷിച്ചും വേദങ്ങളെ, ശാസ്ത്രങ്ങളെയെല്ലാം പഠിച്ചറിഞ്ഞവർ ഇതാ ക്രിസ്തുവിനെ കാണുവാനായിട്ട്, ദർശിക്കുവാനായിട്ട് ജ്ഞാനമാർഗം ഇതാ കണ്ടെത്തുന്നു. അപ്പൊ ജ്ഞാനമാർഗത്തിലൂടെ ദൈവദർശനം സ്വന്തമാക്കുക. ദൈവികമായ ജ്ഞാനം എവിടെയാണ് നമ്മൾ കണ്ടെത്തുന്നത്? മറ്റെവിടെയുമല്ല, തിരുവചനങ്ങൾ തന്നെയാണ്. അപ്പൊ തിരുവചനങ്ങളെ ധ്യാനിക്കുകയും പഠിക്കുകയും അറിയുകയും മനനം ചെയ്യുകയും ചെയ്യുമ്പോൾ ജ്ഞാനത്തിൻ്റെ മാർഗത്തിലൂടെ ദൈവദർശനം സ്വന്തമാക്കുന്ന മക്കളായി മാറുവാൻ ജ്ഞാനികളെപ്പോലെ നമുക്കും സാധിക്കും. മൂന്നാമതായി ഭക്തിമാർഗമാണ്. ഏറ്റവും മനോഹര ഉദാഹരണം പരിശുദ്ധ അമ്മയാണ്. അവളെല്ലാം ഹൃദയത്തിൽ സംഗ്രഹിച്ച് ദൈവത്തെ ദർശിക്കുന്ന പരിശുദ്ധ അമ്മ. ഭക്തിയിലൂടെ ഹൃദയത്തിലെല്ലാം സംഗ്രഹിച്ചുകൊണ്ട് ഭക്തിയിലൂടെ ദൈവദർശനം സ്വന്തമാക്കാൻ സാധിക്കുമെന്ന് പരിശുദ്ധ അമ്മ പഠിപ്പിക്കുമ്പോൾ ഭാരതീയ ദർശനത്തിലെ ഈ 3 മാർഗങ്ങളെയും നമ്മുടെ ജീവിതത്തിലേക്ക് നമുക്ക് സ്വന്തമാക്കാം. ഏത് മാർഗമാണെങ്കിലും തിരുസന്നിധിയിൽ എത്തിച്ചേരുക, ദൈവദർശനം സ്വന്തമാക്കുക എന്നുള്ള ആ ലക്ഷ്യമാണ് ഏറ്റവും പ്രധാനപ്പെട്ടത്. ആട്ടിടയരെ പോലെ കർമ്മമാർഗം സ്വന്തമാക്കി, ജ്ഞാനികളെ പോലെ ജ്ഞാനമാർഗത്തിലൂടെ ചരിച്ചു, പരിശുദ്ധ അമ്മയെപ്പോലെ ഭക്തിമാർഗത്തിൽ ജീവിച്ചു. അത്യുന്നതനായ ദൈവത്തിൻ്റെ ദർശനവും, അത്യുന്നതനായ ദൈവത്തിൻ്റെ സാന്നിധ്യവും, അത്യുന്നതനായ ദൈവത്തിൻ്റെ ജനനവും എൻ്റെ ഹൃദയത്തിൽ സംജാതമാകട്ടെ. യേശുവേ നന്ദി, യേശുവേ സ്തുതി, യേശുവേ സ്തോത്രം, യേശുവേ മഹത്വം. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. താങ്ക് യു ജീസസ്, പ്രൈസ് യു ജീസസ്, ലവ് യു ജീസസ്. യേശുവേ നന്ദി, യേശുവേ സ്തുതി, യേശുവേ സ്തോത്രം, യേശുവേ മഹത്വം. ഹല്ലേലൂയ, താങ്ക് യു ജീസസ്, പ്രൈസ് യു ജീസസ്. ഉണ്ണീശോയെ ഞങ്ങൾ ഹൃദയത്തിൽ വന്ന് പിറക്കണമേ. ഹല്ലേലൂയ, താങ്ക് യു ജീസസ്, പ്രൈസ് യു ജീസസ്. ഞങ്ങളുടെ ഹൃദയത്തിലേക്ക് അങ്ങയുടെ കൃപയും അനുഗ്രഹവും അങ്ങ് പ്രദാനം ചെയ്യണമേ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. എളിമയുടെ വഴിയിലൂടെ ചരിക്കുവാൻ കൃപ നൽകണമേ. ഹല്ലേലൂയ, താങ്ക് യു ജീസസ്, പ്രൈസ് യു ജീസസ്. യേശുവേ നന്ദി, യേശുവേ സ്തുതി, യേശുവേ സ്തോത്രം, യേശുവേ മഹത്വം. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. യേശുവേ നന്ദി. ശാരോണിലെ
ആശാദീപം കാണുന്നു ഞാൻ. നാഥാ നിന്നെ തേടുന്നു ഞാൻ. കണ്ണീർ കടങ്ങൾ കൈക്കൊള്ളണേ നീ കരുണാർദ്രനേ യേശുദേവാ. പരിശുദ്ധ പരമാദിവ്യ കാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമാദിവ്യ കാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമാദിവ്യ കാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ.